Hi dears, it's me Amaluz. Welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 വാലന്റൈൻസ് ഡേ കാർഡാണ് കേട്ടോ. ആദ്യത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡ് കളറാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക. ആദ്യമേ ഒന്ന് നെടുകെ മടക്കുക, പിന്നെ നൂർത്തിന് ശേഷം വീണ്ടും തിരിച്ച് മടക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 പീസ് വരും. ഇനി നമ്മൾ ഒരു പീസിൽ ഇതേപോലെ ഹാർട്ട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ 3 പീസസും കട്ട് ചെയ്തെടുക്കുക. 3 വശങ്ങളിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരെണ്ണം മാത്രം ഫ്രീ ആയിട്ട് അതേപോലെ തന്നെ കൊടുക്കുക. അങ്ങനെ 3 എണ്ണം നമുക്ക് ഇതേപോലെ ഹാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ സ്ക്വയറായിട്ട് തന്നെ നിൽക്കുന്ന 2 പീസുകൾ തമ്മിൽ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഇത് മടക്കി വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ളത് ഇങ്ങനെ മടക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 എണ്ണം നമുക്ക് ഒരുപോലെ മടക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 പീസുകൾ തമ്മിലൊന്ന് ഒട്ടിച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് എല്ലാ റെഡ് ഹാർട്ടിൻ്റെ ഉള്ളിലും നമ്മൾ വൈറ്റ് ഹാർട്ട് ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് അതോട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുമല്ലോ. ഇനി നമ്മളുടെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു കോട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതുകൂടെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതേപോലെയാണ് നമ്മുടെ ഒരു കാർഡിൻ്റെ ഒരു ലുക്ക് വന്നേക്കണം. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ഇത് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ മടക്കി വെക്കുക. അതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തേക്കുന്ന വൈറ്റ് പേപ്പറിൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോട്ടും എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ വരും. നമ്മുടെ ഇഷ്ടമുള്ള കോട്ട്സൊക്കെ എഴുതി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ ഒരു ഹാർട്ട് നമ്മുടെ പുറത്തൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ബാൻഡും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ ഇതേപോലെ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ബോയും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കാർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാർഡാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിത് 3 ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടില്ല ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. 3 പീസ് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ 3 സ്ക്വയർ പീസ് വരുന്ന പോലെ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു പോർഷൻ മിസ്സായി പോയിട്ടുണ്ട്. അതായത് നമ്മുടെ സെൻറ്റർ അല്ലാത്ത മറ്റ് 2 പോർഷനും ഇതേപോലെ ഹാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരെണ്ണം മേളിലേക്കാണെങ്കിൽ ഒരെണ്ണം താഴേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് അതിനുള്ളിലേക്ക് ഇതുപോലെ റെഡ് കളർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ റെഡ് കൊടുത്തിരുന്നത് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോർണറുകൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിളായിട്ടൊരു ക്യൂട്ടായിട്ടൊരു കാർഡ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിനകത്തും നമുക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഉള്ളിലൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഹാർട്ടുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പം ഈ കാണുന്ന പോലെ അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ 2 ആ ഒരു സെൻറ്റർ വരുന്നിടം ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്തതിൽ ഒരു ഹാർട്ടിൽ മാത്രം റെഡ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും നമ്മളൊരു ബാൻഡ് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഇതുപോലെ സിമ്പിളായിട്ടൊരു ബാൻഡാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് അതുപോലെ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാർഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തുകൂടെ നോക്കണം. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇതിങ്ങനെയാണ് വരുന്നത് 2 കാർഡിൻ്റെ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.